ഓഗസ്റ്റ് 27 ബുധനാഴ്ച. മത്തായി 23, 27 മുതൽ 32 വരെ വാക്യങ്ങൾ. ഞങ്ങളുടെ ഇടവക സെമിത്തേരിയിൽ വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള നിരവധി കുടുംബ കല്ലറകളുണ്ട്. നവംബർ 2 സകല വിശുദ്ധരുടെയും തിരുനാളിന് മുമ്പ് അല്ലെങ്കിൽ മരണവാർഷികങ്ങൾക്ക് മുമ്പ് മരിച്ചവരുടെ ബന്ധുക്കൾ വന്ന് ഈ ശവകുടീരങ്ങൾ വെള്ളപൂശുകയോ പെയിൻറ് ചെയ്യുകയോ ചെയ്യും. കൂടാതെ പൂക്കളും മെഴുകുതിരികളും കൊണ്ട് അലങ്കരിക്കും. ബാഹ്യമായി അവ മനോഹരമായി കാണപ്പെടുന്നു. പക്ഷേ ആ കല്ലറയ്ക്കുള്ളിൽ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ സുവിശേഷ വായനയിൽ പുറമേക്ക് നന്നായി കാണപ്പെടുന്നവരും ഉള്ളിൽ ഒരുപാട് അഴുക്ക് അവശേഷിപ്പിക്കുന്നവരുമായവരെ യേശു വിമർശിക്കുന്നു. കാഴ്ച എപ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ല എന്ന് നമുക്കറിയാം. യേശു ഇന്ന് മതനേതാക്കളെ വെള്ളയടിച്ച കുഴിമാടങ്ങളോട് താരതമ്യം ചെയ്യുന്നു. ബാഹ്യമായി ആകർഷകമാണെങ്കിലും ആന്തരികമായി മൃദവും ധാർമ്മികത തകർച്ചയും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആചാരപരമായ അശുദ്ധി ഒഴിവാക്കാൻ വെള്ളം പൂശിയതും എന്നാൽ ഉള്ളിൽ മരണത്തിൻ്റെ ദുർഗന്ധം മറച്ചു വച്ചതുമായ ശവകുടീരങ്ങൾ പോലെ വിശ്വാസത്തിൽ ആധികാരികത പുലർത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഈ സുവിശേഷ ഭാഗം കാണാം. ബാഹ്യമായ മതപരമായ പ്രകടനത്തിനും നടനത്തിനും പകരം ആന്തരിക ആത്മീയ ആരോഗ്യത്തിനും ദൈവവുമായും മറ്റുള്ളവരുമായും സത്യസന്ധതയ്ക്കും മുൻഗണന നൽകണം. പുരാതന പലസ്തീനയിൽ ആചാരപരമായ അശുദ്ധിയിലേക്ക് നയിച്ച അറിയാതെ സമ്പർക്കം തടയുന്നതിനായി വർഷത്തോറും ശവകുടീരങ്ങൾ വെള്ളപൂശിയിരുന്നു. ഈ പ്രായോഗിക നടപടി ശവകുടീരങ്ങളെ എടുത്തു കാണിക്കുകയും അവ ഒഴിവാക്കാൻ ജനങ്ങളെ സഹായിക്കുകയും ചെയ്തു. ഈ ശവകുടീരങ്ങളെപ്പോലെ മതനേതാക്കളും ബാഹ്യമായി കാണപ്പെടാനും ശുദ്ധരാണെന്ന് തെളിയിക്കുവാനുമായിരുന്നു. എന്നാൽ ആന്തരികമായി പാപത്താലും ആത്മീയ അഴുക്കാലും അവർ മലിനമായിരുന്നു. ആന്തരിക ജീർണത പലപ്പോഴും അഹങ്കാരം, മറ്റുള്ളവരോടുള്ള പുച്ഛം, സത്യം സ്വീകരിക്കാനുള്ള വിസമ്മത എന്നിവ കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. ആത്മീയ മരണത്തിൻ്റെ അപകടകരമായ ഒരു രൂപമായി യേശു അതിനെ കണ്ടു. യേശു നമ്മളിൽ നിന്ന് പൂർണ്ണത ആവശ്യപ്പെടുന്നില്ല, മറിച്ച് യഥാർത്ഥ തീർത്ഥാടനമാണ് ആവശ്യപ്പെടുന്നത്. വളർച്ചയ്ക്കും സമഗ്രതയ്ക്കും വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പോരാട്ടത്തിൽ സത്യസന്ധരായിരിക്കാൻ യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിൻ്റെയും അന്തർലീനമായ പൂർണ്ണതയില്ലാതെ മതത്തിൻ്റെ ബാഹ്യരൂപങ്ങളായ ഉപവാസം, പ്രാർത്ഥന അല്ലെങ്കിൽ സേവനം ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, നമ്മൾ എന്താണോ അത് അല്ലാത്തതുപോലെ നടിക്കുന്നുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ഹൈദരാബാദ്.